ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ പതിവ് ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും അതേപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ടിക്ക ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി ബിരിയാണി ട്രൈ ചെയ്യുന്നവരെല്ലാവർക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ടിക്ക റെഡിയാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ചിക്കൻ ടിക്ക റെഡിയാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. ഞാനിവിടെ സാധാരണ നമ്മുടെ നോർമൽ ചിക്കൻ പീസാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി ഞാൻ ഇതിലോട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. റെഡ് കളറാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് ഫുഡ് റാപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതേ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പ്രത്യേകിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഓയിൽ ഒഴിച്ചാണല്ലോ ഇത് മിക്സ് ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു സെമി ഫ്രൈ മതി. നമുക്കങ്ങനെ ഓരോന്നായിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം നമ്മൾ മീഡിയത്തിലിടണം. ഇപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ഒരു 1/4 കപ്പ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അരി തയ്യാറാക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മൾ വെച്ച വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 5 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിനു മുമ്പ് 1 മണിക്കൂർ ബസുമതി അരി 2.5 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവിയുടെ ഒരു പച്ച മണനിറം വരെ നമുക്കൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഞാനിവിടെ ഉടച്ചെടുത്തതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കനൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തു. ഉപ്പൊക്കെ ഇവിടെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നിങ്ങളും ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ തിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിയുടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് ബസുമതി അരി 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇത് നമ്മൾ വെള്ളം തിളച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിനൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. ഇത് ഞാൻ പകുതി ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കളർ മിക്സിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് തളിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ടിക്കയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലോട്ട് കുറച്ച് മല്ലിയില നമുക്ക് വിതറിയിടാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് കളറിങ്ങിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ടിക്കയുടെ മുകളിലോട്ട് ഈ ചോറ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏതും താഴ്ഭാഗത്തായിട്ട് വെള്ളച്ചോറും അതിനുശേഷം നമ്മുടെ ചിക്കൻ ടിക്ക പിന്നെ നമ്മുടെ കളർ ചെയ്ത ചോറ് അങ്ങനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് എനിക്ക് കുറച്ച് എസൻസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിലൂടെ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി ദം ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ ഒരു 10 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബിരിയാണി പോട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ബിരിയാണി ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കുടംപുളി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.